എല്ലാവരും സുഖമായിരിക്കുന്നോ? ഏഞ്ചലാണ്. എന്നാണ്ട് വിശേഷം? അതെ, എൻ്റെ അമ്മേൻ്റെ ഉള്ളിൽ ഒരു കുട്ടിക്കാലത്തെ ഒരു കർഷക കൊതി ഇപ്പോഴും ഉള്ളിലുണ്ട് കേട്ടോ. എന്തോ പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞതാണ്, അതോ അമ്മ ഏറ്റെടുത്തതാണ്. ബന്ദിഗ്രാമം എന്ന പദ്ധതിക്ക് അമ്മയെ ഒരു കൈ കൊടുത്തിട്ടോ. അമ്മയല്ല, അമ്മയുടെ കൂട്ടുകാർ ചേച്ചി ഞങ്ങളുടെ ബിന്ദു ആൻറ്റിയുടെ അയ്യത്തെ നട്ടോളാനെ കൊണ്ടൊരു അനുമതിയും കിട്ടി. എന്നാൽ പിന്നെ ചെയ്തോളാം എന്നൊരു തീരുമാനം എടുത്തു. അങ്ങനെ ആദ്യമേ നടിയിലൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. 1 2 അല്ല, 1000 തൈകളായിരുന്നേ. അപ്പോൾ അത് സ്ഥലം ഒരുക്കി അവിടെയൊക്കെ കണ്ടുപിടിച്ച് ഓരോന്നിനെ പറക്കി നട്ട് മഴയും വെയിലൊക്കെ കൊള്ളാതെ അതിനെ സംരക്ഷിച്ച് വളമൊക്കെ ഇട്ട് ഇതിനെയൊക്കെ നോക്കിയെടുക്കണമല്ലോ. അപ്പോൾ പിന്നെ എന്തെങ്കിലും കാറ്റോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ പൂ ഒടിഞ്ഞോ തണ്ടൊടിഞ്ഞോ എന്നൊക്കെ ശ്രദ്ധിക്കുകയും വേണം. എന്തായാലും ഏറെ കാലത്തെ പരിശ്രമം വിജയിച്ചു കേട്ടോ. ഏകദേശം ഒരു 2 മാസം എടുത്തു ഇവരെ ഇത്രയൊന്നും ആക്കിയെടുക്കാൻ. പക്ഷെ അമ്മയ്ക്കിപ്പോൾ എന്തോ വലിയൊരു സന്തോഷം കേട്ടോ. കാര്യം അമ്മ മക്കളെ കാണുന്ന പോലെ ആയിരുന്നു ഓരോ പൂക്കളെയും കണ്ടുവരുന്നത്. പോയി നോക്കും, ഇടയ്ക്ക് ബിന്ദു ആൻറ്റിയും നോക്കും. എന്തെങ്കിലുമൊക്കെ ന്യൂനതകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ലതായിട്ടിരിക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വളക്കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ടുപേരുടെ സംസാരിക്കും. ഇടയ്ക്ക് ഞങ്ങളുടെ ചേച്ചിയും വന്ന് ഇനി വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാം കൂടി ചേർന്ന് പിന്നെ നാട്ടിലൂടെ പോകുന്നവരും വരുന്നവരും എല്ലാവരും ഈ പൂക്കളൊക്കെ കണ്ട് കൊള്ളാം കേട്ടോ, പൂ കൂടുതലുണ്ട് കേട്ടോ, മുട്ട കൂടുതൽ കേട്ടോ എന്ന അഭിപ്രായം. എന്നിരുന്നാൽ തന്നെ ഇന്ന് പൂ പറിച്ചെടുത്ത് കേട്ടോ. ഭയങ്കര സന്തോഷം. കാര്യം പൂവിൻ്റെ മണം കൊണ്ടാണോ അതോ സൗന്ദര്യം കൊണ്ടാണോ ഒരു കൂട്ടം ഈച്ചകളും അതുപോലെ പൂമ്പാറ്റകളും എല്ലാവരും അവിടെ വിരുന്നിന് വന്നേക്കാറ്. അങ്ങനെ മഞ്ഞയും ചുവപ്പും ഞങ്ങളങ്ങനെ തകൃതിയായിട്ട് പൂക്കളൊക്കെ പറിച്ചെടുത്ത് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? നിങ്ങളും ട്രൈ ചെയ്യണേ. നമ്മുടെ മുറ്റത്ത് നിന്ന് ഒരു പൂവായാലും പൂന്തോട്ടമായാലും നമുക്ക് സൃഷ്ടിക്കാൻ പറ്റിയ അതൊരു വലിയ കാര്യം തന്നെയല്ലേ. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം ആശംസിക്കുന്ന കേട്ടോ. പിന്നെ ഇതിൻ്റെ ക്രെഡിറ്റ് എനിക്കല്ല, അമ്മയ്ക്കും അമ്മയുടെ കൂട്ടുകാർക്കും ബിന്ദു ആൻറ്റിക്കും കേട്ടോ. പിന്നെ ഇത് ഇത്തിരി നോക്കി നടത്തണം കേട്ടോ. അതിനൊരു മനസ്സ് വേണം, പിള്ളേരെ നോക്കുന്ന പോലൊക്കെ തന്നെ. കീപ് ഗോയിങ്. ഹാപ്പി ലൈഫ്.